ഹലോ ഒരുപാട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ക്ലീ സിലബസിന്റെ പാർട്ട് 1 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണിത്. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജനറൽ ഇംഗ്ലീഷും ജനറൽ നോളജും ആയിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമാറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയും ലീഗൽ ആപ്റ്റിറ്റ്യൂഡും ആണ്. അപ്പൊ പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ആദ്യം നമുക്ക് അരിത്തമാറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60 കിലോമീറ്റർ പെർ ഹവറിൽ പോകുന്ന ഒരു ട്രെയിൻ, ആ ട്രെയിനിന് 4 മിനിറ്റ് കൊണ്ട് എത്ര മീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. മെയിനായിട്ടും നമ്മൾ കിലോമീറ്റർ പെർ ഹവറും മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് ചെയ്യേണ്ട പ്രോബ്ലംസ് ആയിരിക്കും. അത് ഇത്ര ടഫ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും അല്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് ടൈം ആൻഡ് വർക്ക്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾക്ക് 10 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പൊ ബി എന്ന് പറയുന്ന ആൾക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റുന്ന 15 ദിവസം കൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം എടുത്തിട്ടായിരിക്കും ആ വർക്ക് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പല പാറ്റേണിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടൈം ആൻഡ് വർക്കിൽ നിന്ന് ചോദിക്കാറുള്ളത്. പിന്നെ പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. പിന്നെ ആവറേജസും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മാത്സ് ആണ്. അതിൽ നിന്നും പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഡിജിറ്റ്സ് ഒക്കെ മാറ്റിയിട്ടിട്ടായിരിക്കും, സെയിം പ്രോബ്ലം തന്നെ ആയിരിക്കും, അങ്ങനെയായിരിക്കും ചോദിക്കേണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അത് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. LCMഉം HCFും ചോദിക്കാറുണ്ട്. ഇനി വരുന്ന ടോപ്പിക്സ് ഒക്കെ മാത്സ് അല്ല, ലോജിക്കൽ റീസണിങ്ങിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ബ്ലഡ് റിലേഷൻ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോ നോക്കിയിട്ട് സുരേഷ് എന്ന് പറയുന്ന ആൾ പറഞ്ഞു ഹീസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ. അങ്ങനെയാണെങ്കിൽ സുരേഷ് എങ്ങനെയാണ് ആ ഫോട്ടോയിൽ കാണുന്ന ബോയുമായിട്ട് റിലേഷൻ വരിക എന്നുള്ളത്. ഫാമിലി ട്രീ ബേസിൽ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ് ബ്ലഡ് റിലേഷൻ എന്ന് ചോദിക്കാറുള്ളത്. അടുത്തതാണ് സീരീസ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് ഒരുപാട് ടൈപ്പിൽ ഈ സീരീസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാറുണ്ട്. ചില ടൈമിൽ റോങ് നമ്പർ ഏതാണ് ഈ സീരീസ് എന്ന് അത് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. ചിലപ്പം ഓഡ് വൺ ഔട്ടും കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. അപ്പോൾ പല ടൈപ്പിൽ നമ്പർ സീരീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അടുത്തതാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനകത്ത് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു നമ്പറിൽ എഴുതി തന്നിട്ടുണ്ടാവും ഒരു ക്വസ്റ്റ്യനിൽ. അതുപോലെ അമേരിക്കനെയും ഒരു സ്പെസിഫിക് നമ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. കുറേ നമ്പേഴ്സ് ആട്ടോ. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇന്ത്യ എന്നുള്ളതിനെ നിങ്ങൾ കോഡ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ലെറ്റേഴ്സിനെയും ഏത് നമ്പറാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് കോഡ് ചെയ്തിട്ട് ഡീകോഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് നമുക്ക് അവർ തന്നിട്ടുള്ള കണ്ടീഷൻസിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരെയും പ്ലേസ് ചെയ്തിട്ട് ആരാണ് ഇപ്പോൾ ഈ പൊസിഷനിൽ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിന് അല്ലെങ്കിൽ പ്ലേസിംഗ് അറേഞ്ച്മെന്റ്സിന് ചോദിക്കാറുള്ളത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡയറക്ഷൻ എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ രാജു എന്ന് പറയുന്ന ഒരാൾ രാവിലെ നടക്കാൻ ഇറങ്ങി. അങ്ങനെ 5 കിലോമീറ്റർ അയാൾ സൗത്തിലേക്ക് നടന്നു. അതിനുശേഷം ലെഫ്റ്റ് എടുത്തു, പിന്നെ 3 കിലോമീറ്റർ നടന്നു, ശേഷം റൈറ്റ് എടുത്തു, പിന്നെ ഒരു 5 കിലോമീറ്റർ നടന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രാമു ഏത് ഡയറക്ഷനെ ഫേസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. ക്ലോക്കിനകത്തുനിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ആംഗിൾ മൂവ്ഡ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഇൻ 10:10 to 10:30 എന്ന് പറയുന്നത് 2 ടൈം വന്നിട്ട് അതിനകത്ത് എത്രയാണ് മൂവ് ചെയ്തിട്ടുണ്ടാവുക അത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ തന്നെ പല ടൈപ്പിൽ ചോദ്യങ്ങൾ ചോദിച്ചു വരാറുണ്ട്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഏജ് എന്ന് പറയുന്നത്. ഏജിൽ നിന്ന് എല്ലാ തവണയും ലീഗൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഡിവിസിബിലിറ്റി ടെസ്റ്റിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3681 ഡിവിസിബിൾ ബൈ വിച്ച് നമ്പർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ ഓപ്ഷൻസിൽ 4, 9, 5, 10 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാം. റാങ്കിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓഡ് വൺ ഔട്ട് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അരിത്തമാറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ്. അതുപോലെ സിലബസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയും ടൈം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രിഗ്നോമെട്രി പോലുള്ള ടോപ്പിക്സും നോക്കാവുന്നതാണ്. അടുത്ത പാർട്ടാണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത്രയും സെക്ഷൻസ് നമ്മൾ നോക്കിയപ്പം അതിലെവിടെയും ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും വന്നിട്ടില്ല. അപ്പം നിങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കാവും
എവിടെയാണ് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്? യെസ്, അതാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പൊതുവെ 42 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഈ ഒരു ഏരിയ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഈ ഒരു ഏരിയയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു റാങ്കും കിട്ടും. എന്ന് കരുതി ഇത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കരുത്. ഓക്കെ, ബാക്കി എല്ലാം പഠിക്കണം, എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ മാക്സിമം ആൻസർ ചെയ്യുക. ബിക്കോസ് അത് എളുപ്പമുള്ളതായിരിക്കും ചോദിക്കുക. അങ്ങനെ ഭയങ്കര ടഫ് ആയിട്ടുള്ളൊന്നും ചോദിക്കില്ല. വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെ പഠിക്കുകയുള്ളൂ. ഇപ്പൊ ലോയിൽ തന്നെ നമ്മൾ അത് കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടിയിട്ട് പഠിക്കേണ്ട ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അവർ എൻട്രൻസിന് ചോദിക്കില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. സോ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട്സ് ആണ്. അതിനകത്ത് പറയുമ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് വരും, പിറ്റ്സ് ആക്ട്, ചാർട്ടർ ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് തുടങ്ങിയിട്ടുള്ള ആക്ടുകളാണ് ഇതിനകത്ത് വരിക. മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആക്ടിന്റെ പേര് പഠിക്കുക, ഇയർ പഠിക്കുക, അതുപോലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുക, അതുപോലെ ഏതെങ്കിലും പേഴ്സണാലിറ്റീസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് നോക്കാം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആ ഒരു ആക്ടിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള റിഫോംസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആക്ട് പറയുമ്പോൾ ശ്രദ്ധിച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാർട്ടർ ആക്ട് ഓഫ് 1833 നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഫസ്റ്റത്തെ കാര്യമാണ് എന്താണ്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പോസ്റ്റ് റീനെയിം ചെയ്തിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോസ്റ്റ് ആക്കി. ആൻഡ് അത് ആരാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ലോർഡ് വില്യം ബെന്റിക് ആയിരുന്നു ഫസ്റ്റത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ആദ്യത്തെ ലോ കമ്മീഷൻ വന്നതും ഈ ഒരു ആക്ട് പ്രകാരമാണ്. സോ ആരാണ് ആദ്യത്തെ ഇന്ത്യൻ ലോ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ ആണ് ലോർഡ് മെക്കൗളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിവിൽ സർവൻസിന് സെലക്ഷൻ ആയിട്ട് ഓരോ ഓപ്പൺ കോമ്പറ്റീഷൻ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചാർട്ടർ ആക്ട് വഴിയാണ്. ഈ ആക്ട്സിന് പുറമെ ആയിട്ട് നമ്മൾ സൈമൺ കമ്മീഷൻ, ക്രിപ്സ് കമ്മീഷൻ, ക്യാബിനറ്റ് മിഷൻ പ്ലാനും കൂടെ നോക്കിയാൽ നല്ലതായിരിക്കും. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ആദ്യം തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എത്ര സ്ട്രെങ്ത് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അതുപോലെ എത്ര സീറ്റ്സ് ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യക്ക് അലോട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്, അതുപോലെ എത്ര പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ എത്ര ഫീമെയിൽ മെമ്പേഴ്സ് ആയിരുന്നു അസംബ്ലിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ് നടന്നത്, ഡേറ്റ്, ഇയർ, അതുപോലെ ആരെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടോ, എത്ര മെമ്പേഴ്സാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ടെമ്പററി പ്രസിഡന്റ് ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിൻ്റെ, അതുപോലെ സെക്കൻഡ് മീറ്റിംഗ് എവിടെ വെച്ച് നടന്നു, പിന്നെ ആരെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആയിട്ട് എലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എപ്പോഴാണ് പാസ്സാക്കിയത്, ആരാണ് പാസ്സാക്കിയത്, അതുപോലെ ഡേറ്റ്, ഇയർ, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇനാക്ട്മെൻറ്റ് പഠിക്കുക. എന്നായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിങ് ടു ഫോഴ്സ് ആയത് ഏത് ഡേറ്റ് ആണ്, എത്ര ടൈം എടുത്തു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്, 2 years 11 months and 18 days ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എത്ര കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. അതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുള്ളതാണ്. ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം അതായത് 22 കമ്മിറ്റീസ് ആണ് ഉണ്ടായിരുന്നത്. ആ കമ്മിറ്റീസിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കമ്മിറ്റീസ് ഉണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അഡ്വേഴ്സിറ്റി കമ്മിറ്റി, ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റി, മൈനോറിറ്റി റൈറ്റ്സ് കമ്മിറ്റി, യൂണിയൻ പവർ കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള കമ്മിറ്റികൾ. ആ കമ്മിറ്റികളുടെ ഒക്കെ ഹെഡ്സ് ആരായിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് നോക്കി വെക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടുന്ന് ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചറാണ്, US കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണല്ലേ. അതുപോലെ DPSP, എമർജൻസി പ്രൊവിഷൻസ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ബോറോഡ് ഫീച്ചേഴ്സ് നല്ല തറവായിട്ട് പഠിച്ചു വെക്കാം. ബോറോഡ് ഫീച്ചേഴ്സ് കൂടാതെ സാലിയൻ ഫീച്ചേഴ്സും കൂടെ നോക്കി വെക്കാം. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് തുടങ്ങിയിട്ടുള്ള ഒരു 13ഓളം വരുന്ന സാലിയൻ ഫീച്ചേഴ്സും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സോ അത് പഠിച്ചു വെക്കാം. അതിനുശേഷം നോക്കേണ്ടത് പ്രിയാമ്പിളിനെ കുറിച്ചാണ്. പ്രിയാമ്പിൾ എവിടെ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത്, അതുപോലെ ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എന്നാണ് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ പ്രിയാമ്പിളിനകത്ത് കുറച്ച് വേർഡ്സ് ഉണ്ടല്ലോ, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളൊക്കെ എൻട്രൻസ് ചെയ്ത ടൈമിൽ ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് കറക്റ്റ് ഉള്ളത് ഏതാ അത് പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ആ വേർഡ്സും പിന്നെ അമെൻമെന്റ് വഴി അതിൽ വന്ന വേർഡ്സ് ഉണ്ട്, അത് ഏതാണെന്നൊക്കെ നോക്കി വെക്കാം.
1976 അമെൻമെന്റ് വഴിയാണ് സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇന്റഗ്രിറ്റി എന്നുള്ള വേർഡ്സ് ഒക്കെ പ്രിയാമ്പിളിനകത്ത് ആഡ് ആയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന് പറയുന്നത്. പാർട്ട് 1-നകത്ത് ആർട്ടിക്കിൾ 1 to 4 വരെയാണ് യൂണിയനെയും ടെറിട്ടറിനെയും കുറിച്ച് പറയുന്നത്. അപ്പം സ്റ്റേറ്റ്സിന്റെയും യൂണിയൻ ടെറിട്ടറീസിന്റെ ഒക്കെ ഇവല്യൂഷൻസ് നോക്കാം. അപ്പൊ അതിനകത്ത് കമ്മീഷൻസും കമ്മിറ്റീസ് വരും. അതായത് റീഓർഗനൈസേഷൻ കമ്മിറ്റീസ് ഉണ്ട്. ദാർ കമ്മീഷൻ, JVP കമ്മിറ്റി, ഫസൽ അലി കമ്മീഷൻ തുടങ്ങിയിട്ടുള്ള കമ്മീഷൻസ് ഒക്കെ നോക്കാം. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്സും അവരുടെ ക്യാപിറ്റൽസും പഠിക്കാം. യൂണിയൻ ടെറിട്ടറീസും അവരുടെ ക്യാപിറ്റൽസും നോക്കി പോകണം. അതിനുശേഷം വരുന്നതാണ് സിറ്റിസൺഷിപ്പ്. സിറ്റിസൺഷിപ്പ് ഡീൽ ചെയ്യുന്നത് പാർട്ട് 2-നകത്താണ്. ആർട്ടിക്കിൾ 5 to 11 വരെയുള്ള ആർട്ടിക്കിൾസ് എന്താണ് പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പും പഠിക്കണം. അതുപോലെ തന്നെ ലോസ് ഓഫ് സിറ്റിസൺഷിപ്പും പഠിക്കണം. അതുകൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, എസ്പെഷ്യലി 2019-ലെ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് റിറ്റ്സ് എന്ന് പറയുന്നത്. പാർട്ട് 3-നകത്ത് ആർട്ടിക്കിൾ 12 to 35 വരെയുള്ള ആർട്ടിക്കിൾസ് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 32-നകത്ത് വരുന്ന റിട്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. 5 ടൈപ്പ് ഓഫ് റിട്സ് ആണുള്ളത്. ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യൂററി ആൻഡ് കോവാറന്റ്. അതൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് DPSP എന്ന് പറയുന്നത്, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പം ഈ ഒരു DPSP ആരാണ് സജസ്റ്റ് ചെയ്തത്? സപ്പറോ കമ്മിറ്റിയാണ് 1945-ല്. അതുപോലെ ആർട്ടിക്കിൾസ് നോക്കി വെക്കാം. 38 to 51 വരെ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി വെക്കാം. പാർട്ട് 4A-ലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുന്നത്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് പഠിച്ചു വെക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സിക്യൂട്ടീവിനകത്ത് വരുന്നത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, അതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇത്രയും ആളുകളെ കുറിച്ചുള്ള എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ തന്നെ എടുക്കാം. അപ്പൊ അതിനകത്ത് എവിടെയാണ് there shall be a president of India എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുള്ളത്? അത് ആർട്ടിക്കിൾ 52-ലാണ്. അതുപോലെ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 53-ലാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 58, എലക്ഷൻ പറഞ്ഞിട്ടുള്ളത് 54, അതുപോലെ റീ ഇലക്ഷൻ 57, ടേം ഓഫ് ഓഫീസ് പറയുന്നത് ആർട്ടിക്കിൾ 56. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ആരാണ് പ്രസിഡന്റിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? അത് പറയുന്നത് ആർട്ടിക്കിൾ 16-നകത്താണ്. പിന്നെ എന്തൊക്കെയാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പവേഴ്സ്? എക്സിക്യൂട്ടീവ് പവർ, ലെജിസ്ലേറ്റീവ് പവർ, ഫൈനാൻഷ്യൽ പവർ, ജുഡീഷ്യൽ പവർ, എമർജൻസി പവർ, വീറ്റോ പവർ, ഓർഡിനൻസ് മേക്കിംഗ് പവർ, ഡിപ്ലോമാറ്റിക് പവർ, മിലിറ്ററി പവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിപ്പോവാം. സോ പ്രസിഡന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിന് പുറമെ കുറച്ച് മിസ്ലീനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നോക്കണം. അതായത് ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്, ആരാണ് ഇപ്പോഴത്തെ കറന്റ് പ്രസിഡന്റ്, പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള പ്രസിഡന്റ്സ് ഉണ്ടായിട്ടുണ്ടോ, പിന്നെ എമർജൻസിയുടെ ടൈമിൽ ആരായിരുന്നു പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോവാ ഇതിന് കൂടെ തന്നെ. ഇതുകൂടാതെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് നോക്കാം. സോളിസിറ്റർ ജനറലിനൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ ഇതോടൊപ്പം തന്നെ പഠിച്ചു പോകണം. യൂണിയന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ട സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ അതിനകത്ത് വരുമ്പോൾ ഗവർണറിനെ കുറിച്ച് പഠിക്കണം, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അഡ്വക്കേറ്റ് ജനറലിനൊക്കെ കുറിച്ച് പഠിക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് യൂണിയൻ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂണിയൻ ലെജിസ്ലേച്ചറിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പഠിക്കാൻ പോകുന്ന പാർലമെന്റിനൊക്കെ കുറിച്ചാണ്. അപ്പൊ പാർലമെന്റ് എന്ന് പറയുന്നത് ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? പ്രസിഡന്റും ലോക്സഭയും രാജ്യസഭയും. അപ്പൊ ലോക്സഭയെ കുറിച്ച് പഠിക്കാം. അതിന് എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഫോർ എക്സാമ്പിൾ അപ്പർ ഹൗസ് എന്ന് വിളിക്കാറുണ്ടല്ലേ രാജ്യസഭനെ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനും സെക്കൻഡ് ചേംബർ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഹൗസ് ഓഫ് എൽഡേഴ്സിനും കൂടെ പറയാറുണ്ട്. അപ്പം എന്തൊക്കെ പേരിലാണ് രാജ്യസഭ അറിയപ്പെടുന്നത്? കമ്പോസിഷൻസ് പഠിക്കുക. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് പഠിക്കുക. എലക്ഷനും ടെന്യൂറും പഠിക്കുക. പ്രിസൈഡിംഗ് ഓഫീസർ ആരാണ് രാജ്യസഭയുടെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെയാണ് ലോക്സഭനെ കമ്പോസിഷൻസ്, ക്വാളിഫിക്കേഷൻസ്, എലക്ഷന്, ടെന്യൂർ, പ്രിസൈഡിംഗ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നോക്കണം. അതുകൂടാതെ തന്നെ എത്ര ലോക്സഭാ സീറ്റാണ് കേരളത്തിനുള്ളത്, ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സ്റ്റേറ്റ് ഏതാണ്, ആരാണ് ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ, ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ഫീമെയിൽസിനെ നോക്കണം. ഫസ്റ്റ് ഫീമെയിൽ ലോക്സഭാ സ്പീക്കർ ഉണ്ടോ, അതാരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇതുകൂടാതെ തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ മെമ്പേഴ്സും കൂടെ നോക്കണം. പിന്നെ വരുന്നത് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് ആണ്. ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് എന്താണ്, ഫൈനാൻഷ്യൽ ഫങ്ഷൻസ്, അമെൻഡിങ് പവേഴ്സ്, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്, ഇലക്ടറൽ ഫങ്ഷൻസ് ഒക്കെ നോക്കണം. ഇതിനകത്ത് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട സെഷൻസ് ഓഫ് പാർലമെന്റ്, അതുപോലെ ലെജിസ്ലേറ്റീവ് പ്രൊസീഡിങ്സ്, മീൻസ് ഗവൺമെന്റ് ബിൽസും പ്രൈവറ്റ് ബിൽസും ഒക്കെ. അപ്പൊ അതിനകത്ത് വരുമ്പം മണി ബില്ല്, ഓർഡിനറി ബില്ല്, ഫൈനാൻഷ്യൽ ബില്ല്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല്, പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ അവർ എന്താണെന്നുള്ളത് പഠിക്കുക. 0 അവർ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത്.
അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനകത്ത് വരുമ്പോഴത്തേനും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ച് പഠിക്കാം. അതിനകത്ത് തന്നെ കമ്പോസിഷൻ, ക്വാളിഫിക്കേഷൻ, ഇലക്ഷൻ ടെന്യൂർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ ജുഡീഷ്യറിനകത്ത് ഫങ്ഷൻസ് ഓഫ് ജുഡീഷ്യറി നോക്കുക, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യറി നോക്കുക, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അതുപോലെ തന്നെ ലോവർ കോർട്ട്സ്. അപ്പോൾ സുപ്രീം കോർട്ട് വരുമ്പോഴത്തേനും അതിൻ്റെ ഹിസ്റ്ററി നോക്കാം, അതുപോലെ തന്നെ സുപ്രീം കോർട്ടിന്റെ സീറ്റ് എവിടെയായിരിക്കും എന്നുള്ളതൊക്കെ ആർട്ടിക്കിൾ 113 പറയുന്നുണ്ട്, അത് പഠിക്കാം. കമ്പോസിഷൻ പഠിക്കാം. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഏതെങ്കിലും സുപ്രീം കോടതി ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കി വെക്കാം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് നോക്കാം, അതായത് ജൂറിസ്ഡിക്ഷൻസ് പറയുന്നുണ്ട്, അപ്പം അത് ഏതൊക്കെ ജൂറിസ്ഡിക്ഷൻസ് ആണെന്നുള്ളത് പഠിക്കാം. അതുകൂടാതെ തന്നെ ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പഠിക്കാം, ചീഫ് ജസ്റ്റിസിന്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അത് കഴിഞ്ഞ് ഹൈക്കോർട്ടിനെ കുറിച്ച് പഠിക്കാം, എത്ര ഹൈക്കോർട്ട്സ് ആണുള്ളത്, അതുപോലെ തന്നെ ഹൈക്കോർട്ടിലെ ജഡ്ജസിനെ കുറിച്ച് പഠിക്കാം, അവരുടെ ക്വാളിഫിക്കേഷൻ, പിന്നെ ഹൈക്കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻസും കാര്യങ്ങളും പഠിക്കാം. ഈ ജുഡീഷ്യറി എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട വേറെ 3 ടോപ്പിക്സും കൂടെ ഉണ്ട്. അതാണ് ലോക് അദാലത്ത്, ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ട്രിബ്യൂണൽസ്, ഇതൊക്കെ എന്താണെന്നുള്ളതും അതിനെക്കുറിച്ച് ഏകദേശം ഒരു റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എമർജൻസി. സോ എമർജൻസി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, ഏത് പാർട്ടിലാണെന്നുള്ളതൊക്കെ പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ എത്ര ടൈപ്സ് എമർജൻസി ഉണ്ട്, നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫൈനാൻസ് എമർജൻസി, ഇതിൻ്റെയൊക്കെ ഗ്രൗണ്ട്സ് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ റിവോക്കേഷൻ, ഡിസ്കണ്ടിന്യൂഷൻസും പഠിച്ചു വെക്കാം, എഫക്ട്സ് പഠിക്കാം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എത്ര തവണ നാഷണൽ എമർജൻസി ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഇയർ എന്തായിരുന്നു, കാരണം തുടങ്ങിയിട്ടുള്ളതൊക്കെ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ സ്റ്റേറ്റ് എമർജൻസി. പിന്നെ ഫൈനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, സോ അത് ഇല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അമെൻമെൻറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. 3 മെത്തേഡാണുള്ളത്, സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് റാറ്റിഫിക്കേഷൻ ബൈ സ്റ്റേറ്റ്. അതെന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് പഠിക്കണം, ഏതൊക്കെ മോഡ്സ് ആണുള്ളത്, ഇൻഫോർമൽ മെത്തേഡും ഫോർമൽ മെത്തേഡും ആണുള്ളത്, അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ്. ആദ്യത്തെ അമെൻമെൻറ്റ് തൊട്ട് ഇതുവരെ എത്ര അമെൻമെന്റ്സ് ഉണ്ടായി, അതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. എക്സാമ്പിൾസ് ആയിട്ട് ഒരുപാട് അമെൻമെന്റ്സ് നമുക്ക് പറയാനുണ്ടാകും, പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 42nd അമെൻമെന്റും 44th അമെൻമെന്റും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് പഠിക്കാം. അതുപോലെ തന്നെ 73rd അമെൻമെന്റ്, 74th അമെൻമെന്റ്, ഇതിലായിരുന്നു 11th ഉം 12th ഉം സ്കെഡ്യൂളുകൾ ആഡ് ചെയ്തിട്ടുള്ളത്, പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റി. അതുപോലെ തന്നെ 86th അമെൻമെന്റിലായിരുന്നു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ദ ചൈൽഡ് ബിലോ ഏജ് ഓഫ് 14 years എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ 101th അമെൻമെന്റ് ആക്ടിനകത്താണ് GST വന്നിട്ടുള്ളത്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം പഠിച്ച് അവസാനം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെന്റ് എന്തായിരുന്നു എന്നുള്ളതും കൂടെ പഠിക്കാം. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇതുവരെ ഇന്ത്യയിൽ ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ആ കേസസ് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ട് പറ്റില്ല. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കേസ് ലോസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് കേശവാനന്ദ ഭാരതി കേസാണ്. അപ്പോൾ ആ കേസ് പഠിക്കുമ്പോൾ അതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് നല്ല കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എത്ര ജഡ്ജസിന്റെ ബെഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്, ആരായിരുന്നു അന്നത്തെ ജസ്റ്റിസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. കേശവാനന്ദ ഭാരതി കേസ് മാത്രം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി, ബാക്കി കേസിനകത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ പറഞ്ഞതെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഒരുപാട് കേസ് ലോസ് ഉണ്ട്, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് AK ഗോപാലൻ കേസ്, ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നേരൻ കേസ്, മിനർവ മിൽ കേസ്, മേനക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഷാബാനു ബീഗം കേസ്, ബിജു ഇമാനുവൽ കേസ്, ഇന്ദിരാ സൗഹാനി കേസ്, SR ബൊമ്മെ, TK ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ, വിശാഖ കേസ്, അരുണ ഷാൻബാഗ് കേസ്, ഷഫിൻ ജഹാൻ കേസ്, നവ്തേജ് സിംഗ് ജോഹറിന്റെ കേസ്, അതുപോലെ തന്നെ ജസ്റ്റിസ് KS പുട്ടസ്വാമിന്റെ കേസ്, ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതുകൂടാതെ തന്നെ ബന്ധുമുക്തി മോർച്ച വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, പിന്നെ ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, മെഹ്ത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതുകൂടാതെ തന്നെ ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള കേസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇതുകൂടാതെയും ഒരുപാട് കേസിന്റെ നിർഭയ കേസ്, ശ്രേയ സിംഗൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, പ്രശാന്ത് ഭൂഷൺ കേസ്, രമേശ് താപ്പർ കേസ്, അങ്ങനെ ഒരുപാട് കേസ് ലോസ് ഉണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും കേസ് ലോസ് എങ്കിലും മിനിമം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ SCs ഇൻഡസ്ട്രീസ്, ഫൈനാൻസ് കമ്മീഷൻ ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോക്പാൽ, ലോകായുക്ത, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, കമ്മീഷൻ ഫോർ വിമൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, നീതി ആയോഗ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്.
അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലീഗൽ മാക്സിംസ് ആൻഡ് ലീഗൽ ടേംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ആബിനീഷ്യോ, ആലിബൈ, അമിക്കസ് ക്യൂരി, ഡിനോവോ, ഡിമിനിമസ്, നോൺ കൊറക്റ്റ് ലെക്സ് തുടങ്ങിയിട്ടുള്ള ലീഗൽ മാക്സിംസും ലീഗൽ ടേംസ് ഒക്കെ പഠിച്ചു വെക്കാം. അതിനുശേഷം ഒഫീഷ്യൽ ലാംഗ്വേജസും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. പിന്നെ ലോ ഓഫ് ടോട്ട്സും കോൺട്രാക്റ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക. നോട്ട്സ് ഒക്കെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ IPC, ഇപ്പോൾ IPC അല്ല, BNS ആണ്. സോ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസും കാര്യങ്ങളും മാത്രം നോക്കി വെക്കാം. ഈ ടോപ്പിക്സിൽ നിന്നാണ് പൊതുവെ ലീഗൽ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നിങ്ങൾ ഈ ഒരു 3 ഏരിയ പഠിക്കാനായിട്ട്. പിന്നെ എവിഡൻസ് ആക്ട്, BNSS, CPC അതിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരുപാട് ഡെപ്തിലേക്ക് പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം അതിൻ്റെ പേരുകൾ എന്താണെന്ന് പഠിക്കാം, ഇയർ പഠിക്കാം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. സോഴ്സ് ഓഫ് ലോ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചും ബേസിക് ആയിട്ട് ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇതിന് പുറമെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അതൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പഠിക്കാവുന്നതാണ്. അതുപോലെ നാച്ചുറൽ ജസ്റ്റിസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. സോ ഇത്രയൊക്കെയാണ് നിങ്ങൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ നല്ല വൃത്തിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏരിയയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാവരും നല്ല എഫേർട്ട് ഇട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവരും അവരവരെ ആഗ്രഹിച്ച ലോ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ക്ലീയുടെ സിലബസ് അറിയാത്തത് കൊണ്ട് ഇനി ആരും പഠിക്കാതിരിക്കേണ്ട. ഈ 2 വീഡിയോസിലായിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള 4 സെക്ഷൻസിന്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും സിലബസും എല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ക്ലീക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഗൈസ്.